സൂപ്പർ, ഇന്ത്യ തിരിച്ചടിച്ചു. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ദിവസമാണെന്ന്. കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിയാണ്, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് കാശ്മീരിൽ നമ്മൾ ഏകവരെയും നടുക്കിയൊരു സംഭവം നടന്നത്. ഭീകരർ വന്ന് മതത്തിന്റെ പേരിൽ ഓരോ ആൾക്കാരെ എന്ത് ചെയ്യുന്നു, കൊന്നൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇന്നതാണോ മതം, നീ മുസ്ലിം ആണോ, നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ചാണ് കൊന്നുകൊണ്ടിരുന്നത്. 1:44 നടന്നിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂരം മാഞ്ഞു പോയിരിക്കുന്ന ആളുകൾക്ക് പ്രതികാരവും ആശ്വാസമായിട്ട് ഓപ്പറേഷൻ സിന്ധു. 1971 ശേഷം പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ട്. നമ്മൾ കാർഗിൽ യുദ്ധത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പോലും അത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. കാർഗിൽ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും കേട്ടിട്ടുണ്ടാവും. 1971 നടന്നിരിക്കുന്ന ഇന്ത്യ പാക് വാർ, അത് നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടതാണ്. അതിന് തേർഡ് വാർ, ഇന്ത്യ പാക് വാർ എന്നറിയുന്നത് 1971 ഡിസംബർ 3 മുതൽ 16 വരെ നീണ്ടിരിക്കുന്ന, അതായത് ഒരാഴ്ചയും 6 ദിവസം നീണ്ടിരിക്കുന്ന യുദ്ധമായിരുന്നു. ഒരുപാട് കാഷ്വാലിറ്റീസും മരണങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ്. ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ വെസ്റ്റ് പാകിസ്ഥാൻ ബോർഡർ, ലൈൻ ഓഫ് കൺട്രോൾ, ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇത്ര ഒരു ഏരിയയിൽ നിന്നാണ് ഈ യുദ്ധം നടന്നിരുന്നത്. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കായിരുന്നു വിജയം. കാരണം അത്രയ്ക്കും ഒരു ആർമി ഫോഴ്സും പിന്നെ അതിന്റെ വെപ്പൺസും കൊണ്ടും ഇന്ത്യ ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്ന ഒരു സമയത്താണ് യുദ്ധം നടന്നിരിക്കുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. 1971 ഇന്ത്യ പാക് വാറിൽ ഭയങ്കരമായ കാഷ്വാലിറ്റീസ് ആൻഡ് ലോസസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് 2500 മുതൽ 3843 പേരെ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. അത് എക്സാക്ട് കണക്കല്ല, എന്നാലും അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 9851 മുതൽ 12000 വരെ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. 2200 ആളുകൾ ക്യാപ്ചേർഡ് ആയിട്ടുണ്ടെന്നാണ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇതിന്റെ ഡബിളാണ്. 5866 മുതൽ 9000 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25,000 ആളുകൾക്ക് 25K അത്ര ആളുകൾക്ക് പരിക്കേറ്റെന്നും 93,000 ആളുകൾ ക്യാപ്ചേർഡ് ആയി എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കരമായ ഒരു ഡാമേജ് ശരിക്കും ഈ 2 വാറിനും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഒരു സോൾവ് ആയ ഒരു കാര്യമൊന്നുമല്ല. കാരണം യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ ജമ്മു കാശ്മീരിൽ നിരപരാധികരായ ആളുകളെ കൊന്നൊടുക്കിയതിന് യാതൊരു വിധത്തിലുള്ള കൺവിൻസിങ് ആൻസേഴ്സ് പറഞ്ഞാൽ, ഇൻഫർമേഷൻ കൊടുത്താൽ പോലും അത് ഒരിക്കലും സോൾവ് ആവുന്നില്ല. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്ന കൊല്ലപ്പെട്ട അവരുടെ മകൾ പറഞ്ഞിരിക്കുന്ന കമന്റ്. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇത് തിരിച്ചടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഇപ്പോൾ നടന്ന ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ നടന്നിരിക്കുന്നത്. എല്ലാവരും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് 2-3 പൗരന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്.